ഹലോ, നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. വേറൊന്നുമല്ല കേട്ടോ, സോയാബീൻ കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ അച്ചാറിൻ്റെ സെയിൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ സോയ ഒന്ന് കുതിർത്തെടുത്തേക്കാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ, പിന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കൈമ റൈസാണ് കേട്ടോ, 2 കപ്പ് അളവിൽ കൈമ റൈസ് ഒന്ന് 20 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി കഴുകി വാരി വെച്ചേക്കാണ്. അപ്പോൾ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ 5-6 ഗ്രാമ്പൂ, 3 ഏലക്ക, അതുപോലെ ഒരു തക്കോലം. ഇത്രയും സാധനങ്ങൾ ഞാൻ ആ അരി ഒന്ന് വേവിച്ചൂറ്റാനുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ട്, വേവിച്ചൂറ്റാനുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യണത്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ആ സോയയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ സോയ ഇത്തിരിയും കൂടെയൊക്കെ സോഫ്റ്റായിട്ട് കിടക്കണമെന്ന് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സോയ ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിയും കൂടെ ഇട്ടിട്ടുണ്ട്. അരിയൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് റെഡി ആവണ വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് സോയയും ഒന്ന് ഏകദേശം ഈ ഒരു രൂപത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഓയിൽ കളയണ്ട. അത് നമ്മൾക്ക് ഇനി ബിരിയാണിയുടെ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പോരാത്ത എക്സസ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് 3-4 ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ചെറിയ സവാളയാണ്, ഒരുപാട് ചെറുതല്ല, എന്നാലും മീഡിയം സൈസിലുള്ള 3 സവാള ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറിൻ്റെ ആ ഒരു തുടക്കത്തിലേക്ക് വരണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. പിന്നെ ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ബിരിയാണി മസാല ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് 1 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ബിരിയാണി മസാല വേണ്ടവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കുക. അത് കഴിയുമ്പോൾ ഞാനതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ അതിലേക്ക് നന്നായിട്ട് മിക്സായി നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി സോയ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ സോയൊക്കെ ഒന്ന് ആ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും, ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എപ്പോഴും ബിരിയാണിയുടെ ഗ്രേവിക്ക് ചെറിയൊരു പുളി വേണമല്ലോ. അപ്പോൾ നമ്മൾ തക്കാളി ഒന്നും ഇടാത്ത കാരണം നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിൽ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്രേവിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള, അപ്പോൾ ചോറ് ഊറ്റി വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 90% വേവിൽ ഊറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ദമ്മിലും കൂടി ഇടുമ്പോൾ ആ കറക്റ്റ് വേവായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാനിതിപ്പോൾ ലെയറിങ് ഒന്നും ചെയ്യണില്ല, ഫുള്ളായിട്ടുള്ള ആ ചോറ് ആകെ 2 കപ്പല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും, പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത സവാളയും കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമ്മൾ കട്ടിയുള്ള മൂടിപ്പാത്രം വെച്ചിട്ട് മൂടി ഒന്ന് ദം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാനിതുപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് എല്ലാ ഗ്രേവിയും എല്ലായിടത്തും ഒരുപോലെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബിരിയാണി മസാല പറഞ്ഞതുപോലെ തന്നെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി നൽകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.